പഞ്ചസാരയേക്കാൾ 30 ഇരട്ടി മധുരമാണ് ഇതിന്റെ ഇലകൾക്ക് ഉണ്ടാവുക. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ 0 കലോറിയാണ്. അപ്പൊ ആർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. എനർജി ലെവൽ ഒന്നുമില്ല. ഇതിന്റെ ഇല ഇട്ടിട്ട് നമുക്ക് ചായ തിളപ്പിച്ച് കുടിക്കാം. ചായ തിളപ്പിച്ച് കുടിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അത് ഞാൻ പുറകെ പറയാം. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ചെറിയ ചെറിയ തണ്ടുകളോട് കൂടി ഇങ്ങനെ ശിഖരങ്ങളായിട്ട് നിൽക്കുന്നതാണ്. ഇതിന്റെ തണ്ടിൽ നിന്നാണ് നമ്മൾ പുതിയ പ്ലാന്റേഷൻസ് ചെയ്തെടുക്കുന്നത്. തണ്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് പുതിയ പ്ലാന്റേഷൻസ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിന്റെ ഇലകൾ പറിച്ചെടുക്കുന്ന ചായ വെക്കാൻ അല്ലെങ്കിൽ ഇതിന്റെ പൊടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് പറിച്ചെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഇതിൽ കണ്ടോ ചെറിയ പൂക്കളൊക്കെ ഒരു വെള്ള കളറിലാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നത്. ഈ പൂക്കൾ ഉണ്ടാവുന്ന സമയത്താണ് ഇതിന്റെ ഇലകൾ പറിക്കാൻ പാകമാകുന്നത്. അപ്പൊ ആ ടൈമിലാണ് ഇതിൽ നിന്ന് ഇലകൾ സ്റ്റീവിയ പൗഡർ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഡെയിലി ഇതിട്ടിട്ട് ഒരു 6-7 ഇല ഇട്ടിട്ട് ചായ തിളപ്പിച്ച് കുടിച്ച് നോക്കണം. നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാവും. പിന്നെ വേറെ പല ടൈപ്പ് മരുന്നുകളൊക്കെ കഴിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പ്രതിപ്രവർത്തനം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വേറെ അസുഖത്തിനൊക്കെ മരുന്ന് കഴിക്കുന്നവരുണ്ടെങ്കിൽ. അപ്പോൾ ഇതിന്റെ ജന്മദേശം എന്ന് പറയുന്നത് നമ്മുടെ തെക്കേ അമേരിക്കയാണ്, നമ്മുടെ ഈ മധുര തുളസിയുടെ. അതേപോലെ തന്നെ നമ്മുടെ പരാഗ്വേ, ബ്രസീൽ അവിടങ്ങളിലൊക്കെ ഇവർ ചായ ഉണ്ടാക്കാനായിട്ട് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ഈ മധുര തുളസിയുടെ ഇലയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിന് ഔഷധമായിട്ട് കൂടിയാണ് അവരെല്ലാ ദിവസവും ഇതിട്ട് ചായ വെച്ച് കുടിക്കുന്നത്. അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇതിന്റെ ഇലകളിൽ സ്റ്റീവിയോസൈഡ്, റെബൌഡിയോസൈഡ് അങ്ങനെയുള്ള സംയുക്തങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതാണ് ആ ഇലകൾക്ക് പഞ്ചസാരയേക്കാൾ 30 ഇരട്ടി മധുരം നൽകുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ ഇലകള് പൊടിയാക്കി ഉണക്കി പൊടിച്ച് പൊടിയാക്കി വെച്ചിരുന്നിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഉണങ്ങിയ പൊടികൾക്ക് നമ്മുടെ ഈ ഇലകൾ പച്ചയ്ക്ക് കഴിക്കുന്നതിനേക്കാൾ മധുരം കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇലകൾ നമുക്ക് ഉള്ള ഏറ്റവും വലിയൊരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷുഗർ പേഷ്യൻസ് ആണെങ്കിലും ഒട്ടും മധുരം അവർക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതിന്റെ ഇലകൾ ഇട്ട് ചായ തിളപ്പിച്ച് കുടിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ പൊടി ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ചേർത്ത് കഴിക്കുകയോ, നമുക്ക് പ്രമേഹ രോഗികളാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അതിനുള്ളിലൊക്കെ ഇതിന്റെ, കാരണം ഇതിന്റെ കണ്ടന്റ് കുറച്ച് മതിയാവും. നമ്മൾ പഞ്ചസാര ഒന്നും എടുക്കുന്ന അത്രയും പോലും വേണ്ട, ഒരു തുള്ളി മതിയാവും ഇതിന്റെ പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അതൊക്കെ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് മധുരം കഴിക്കാത്തതിന്റെ ആ ഒരു പരാതി ഉണ്ടാവില്ല. എന്നാൽ അവർക്ക് മധുരം കഴിക്കുകയും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അവർക്ക് ശരീരത്തിന് വേറെ പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. പിന്നെ നമ്മൾ ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇലകൾ ഓവറായിട്ട് എല്ലാ ദിവസവും നമ്മൾ പെട്ടെന്ന് അങ്ങ് ഷുഗർ കുറയണം എന്നൊക്കെ പറഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ ലെവൽ ഒരുപാട് കണ്ടമാനം താന്നു പോകും. അപ്പൊ അത് നമുക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മൾ പ്രമേഹ രോഗികളായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല കേട്ടോ, നമ്മൾ സാധാരണക്കാരായ ആൾക്കാർക്ക് നമുക്ക് ഇതിന്റെ ഇലയിട്ട് ചായ തിളപ്പിച്ച് കുടിക്കാം. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ രക്തസമ്മർദ്ദമൊക്കെ കുറയാനും, അതേപോലെ തന്നെ പഞ്ചസാര ഇപ്പൊ നോർമലി ഉള്ള ആൾക്കാർക്കാണ് അയ്യോ എനിക്ക് പഞ്ചസാര നിർത്തണം, കാരണം വൈറ്റ് പോയിസൺ അല്ലേ ഭയങ്കര, കാരണം ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പഞ്ചസാര എന്ന് പറയുന്നത്. അപ്പൊ അത് നിർത്തണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ളവർക്ക് ഈ മധുരം കഴിക്കാതിരിക്കാനും പറ്റില്ല. അവരെ